ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിക്കേണ്ടതിന് ആവശ്യമുണ്ടോ? എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വന്ന് ചാപ്റ്റേഴ്സ് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ടോ? ഉണ്ട്. MS സൊല്യൂഷൻസ് വൃത്തിയായിട്ട് എക്സാമിൻ്റെ തലേന്നും ക്ലാസ്സുകൾ പറഞ്ഞുതരും. ആ ക്ലാസ്സുകൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ ഈസി ആയിട്ട് എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്? പാസ്സാവുന്നുണ്ട്. പാസ്സാവുക മാത്രമല്ല, വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്കോർ ചെയ്യുന്നുണ്ട്. ഇതേ MS സൊല്യൂഷനിൽ നിലവിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? A+ഓ ഫുൾ മാർക്കോ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പല വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ +1 ഒരു വർഷം, +2 ഒരു വർഷം, ടോട്ടൽ 2 വർഷം എന്ന രീതിയിലാണ് പല വിദ്യാർത്ഥികളും ഇരിക്കുന്നത്. ഇനിയും ഒരു വർഷം ടൈം ഉണ്ടല്ലോ, ഞങ്ങൾ +1ലേക്ക് അഡ്മിഷൻ തുടങ്ങി വന്നിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ എന്തിനാണ് പഠിച്ചു തുടങ്ങുന്നത്? ശരിക്കും ആലോചിച്ച് അടുത്ത മാർച്ചിൽ നമുക്ക് എന്താണ് എക്സാമാണ്. ഇനി ഒരു വർഷം സമയം നമ്മുടെ കയ്യിലുണ്ടോ? 6-7 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന സിലബസ് SCERT എന്നുള്ളതാണ്. സ്റ്റേറ്റ് കൗൺസിൽ സിലബസ് ആണ്. ഇത്ര നിങ്ങൾ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഏതാ? നാഷണൽ കൗൺസിലിൻ്റെ സിലബസ് ആണ്. നാഷണൽ ലെവലിലേക്ക് നിങ്ങൾ മുകളിലേക്ക് വന്നു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിനേക്കാൾ എത്രയോ മടങ്ങ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ 6-7 മാസത്തിൽ നിങ്ങൾ നിലവിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്കോറിലേക്ക് എത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് മാത്രം ചോദിച്ചാൽ മതി. ഞാൻ പറയുന്ന എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് വാങ്ങാം, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും A+ വാങ്ങുക, അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വേണമെങ്കിൽ പറയാം, ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഞാൻ A+ വാങ്ങിത്തരാം. അതൊന്നും ഒരിക്കലും നടക്കില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എക്സാം കഴിഞ്ഞ് എക്സാം ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വയം ഒരു ചോദ്യം ചോദിക്കണം. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം സത്യസന്ധമായിട്ട് സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്നതായിട്ട് രീതിയിൽ അതിന് ഉത്തരം അതെ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് അത് പോയി കിടന്നുറങ്ങാം. എടാ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിക്കാം, നിങ്ങളുടെ അച്ഛനെ അമ്മയെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിക്കാം, നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും പറ്റിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ സ്വയം പറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, എത്രത്തോളം പഠിക്കുന്നില്ല എന്നുള്ളതായിരുന്നു കൃത്യമായിട്ട് അറിയാം. +1 +2ലെ മാർക്ക്, 10ാം ക്ലാസ്സിലെ മാർക്ക് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഇനി +1 +2ലെ മാർക്ക് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നൊന്നും ഞാൻ ഇവിടെയും പറയാൻ വേണ്ടി പോകുന്നില്ല. ഇതൊന്നല്ല, അല്ലാണ്ട് കുറേ ഘടകങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ മാർക്കിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തൊരു കാൽവെപ്പിൽ, അടുത്തൊരു ചുവടുവെപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ മാർക്കുകൾക്ക് വളരെയധികം എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളൊരു മെത്തഡോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ക്ലാസ്സുകളിലേക്ക് വരണം, ആ ഒരു ട്രാക്കിലേക്ക് കയറേണ്ട അത്യാവശ്യ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങളതിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ വരുന്ന ആഴ്ചയിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സ് 1 ഷോട്ട് റിവിഷനാണ്. വെറും 1.5 മണിക്കൂർ, ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ളിലുള്ള ഏറ്റവും ബെസ്റ്റ് മാർക്കിനെ കൊണ്ടുവരാനായിട്ട് MS സൊല്യൂഷൻസ് എപ്പോഴും ഉണ്ടാവും. എടുത്തു പറയുന്നു, എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഒപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.